കാണാൻ വന്നേക്കാണ് ഗൈസ്. ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസമാണ്. അവിടെ ആന, ലോറിയിൽ ആനയൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഈ കണ്ടതാണ് പറയമക്കാവിൻ്റെ അമ്പലം. അവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലം. അവിടെ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ പറയമക്കാവിൻ്റെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ട് അവിടെ അമ്പലമൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്, ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. ഇവിടെ പറയമക്കാവ് വിഭാഗത്തിൻ്റെ ആനകളൊക്കെ ഇവിടെയാണ് നേരത്തിയിട്ടുണ്ട്. ഒക്കെ നല്ല ഭംഗിയുള്ള ആനകളാണ്. ഇവിടെ നല്ല തിരക്കാണ് ആനേനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓരോ ആനയുടെ അടുത്തും ഭയങ്കര തിരക്കാണ്. ഗൈസ്, ഇവിടെ ഏകദേശം ഒരു 40ഓളം ആനകളുണ്ട്. ഗൈസ്, ഇത് പറയമക്കാവിൻ്റെ സമയപ്രദർശനം നടക്കുന്ന സ്ഥലമാണ്. ഇതിന് ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ ഈ സമയപ്രദർശനം കാണാനുള്ള ക്യൂ നമ്മുടെ തൃശ്ശൂർ പാലസ് റോഡ് വരെ ഉണ്ട്. ഗൈസ്, ഇതാണ് തെക്കേ ഗോപുര നട. ഇവിടെയാണ്, ഇതിൻ്റെ മുമ്പിലാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകളെന്ന് നിർത്തുക. അതിന് നേരെ ഓപ്പോസിറ്റ് റോട്ടിലായിട്ടാണ് പറയമക്കാവ് വിഭാഗത്തിൻ്റെ ആനകളെന്ന് നിർത്തുക. ഇത് കഴിഞ്ഞിട്ടാണ് ഗൈസ് കുടമാറ്റം നടക്കുക. കുടമാറ്റം ഏകദേശം ഒരു 5 മണി 5:00 കൂടിയിട്ടാണ് തുടങ്ങുക. അത് ഒരു 7 മണി 7:30 വരെ നിൽക്കും. ഗൈസ്, ഞങ്ങളിപ്പോൾ തൃശ്ശൂർ റൗണ്ട് കൂടെ നടക്കുകയാണ് പന്തലുകൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഏകദേശം ഒരു 4ഓളം പന്തലുകളുണ്ട്. ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ പന്തലിൽ അങ്ങനെ ഡിസൈൻസൊക്കെ മാറി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നാളെ രാവിലോട് കൂടിയിട്ടാണ് ഗൈസ് പൂരം തുടങ്ങുന്നത്. നാളെ രാവിലെ തൊട്ട് ഘടകപൂരങ്ങൾ വന്ന് തുടങ്ങും. അത് വന്ന് കയ്യാറാവുമ്പോഴാണ് തിരുവമ്പാടിയുടെയും പറയമക്കാവിൻ്റെയും എഴുന്നള്ളിപ്പ്. അതിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മടത്തിൽ വരവും പഞ്ചവാദ്യം കേൾക്കാൻ നല്ല രസമാണ് ഗൈസ്. പിന്നെ പറയമക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളവും കേൾക്കാൻ നല്ല രസമാണ്. ഗൈസ്, ഞങ്ങൾ ഈ കാണുന്ന ആനയുടെ ബലൂണൊക്കെ വാങ്ങാൻ. അപ്പോൾ ഞാനൊരു ബലൂണ് വാങ്ങി ഗൈസ്. ഈ വൈറ്റ് കളറുള്ള ആനേനെയാണ് വാങ്ങിയത്. അപ്പം ഞാനിങ്ങനെ അതിനെ പറത്തിയിട്ടൊക്കെ കളിക്കുക കേട്ടോ. നല്ല രസമുണ്ട് അതിങ്ങനെ പറക്കുന്നത്. ഗൈസ്, ഈ കാണുന്നതാണ് വടക്കുനാഥൻ ക്ഷേത്രം. ഇവിടെ നല്ല ഭംഗിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഗൈസ്, ഇനി 2-3 പന്തലും കൂടി കാണാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് മടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാളെ രാവിലെയാണ് പൂരം കാണാൻ വരുന്നത്. ഗൈസ്, തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു ആന കൊമ്പൊക്കെ കുടിച്ചിട്ട് വരുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ ഇനി നാളെയാണ് പൂരം കാണാൻ വരുള്ളൂ. നാളെ ഇനി ഏകദേശം
ഒരു 10:30-11 മണിയോട് കൂടിയിട്ടാണ് പൂരം കാണാൻ വരിക. ഗൈസ്, ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പം ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ നടക്കുകയാണ്. അപ്പോൾ ദേ ഇവിടെ ഒരു പന്തലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ഗൈസ്, ഞങ്ങൾ ഇന്ന് പൂരം കാണാൻ എത്തിയിട്ടുണ്ട് പാറേമക്കാവിൻ്റെ അവിടെ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഭയങ്കര തിരക്കാണ്. പല സ്ഥലത്തു നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ കൊട ചൂടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പൂരം കാണാൻ. ഗൈസ്, ഇവിടെ ഭയങ്കര വെയിലാണ്. ഗൈസ്, ഇത് വടക്കുന്നാഥൻ്റെ അവിടെയാണ്. വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ അതേ ഒരു മേളം നടക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് പഞ്ചവാദ്യം. 3 ആനയോട് കൂടിയിട്ടാണ് ഗൈസ് പഞ്ചവാദ്യം കടന്നു വരുന്നത്. ഗൈസ്, നല്ല രസമുണ്ട് പഞ്ചവാദ്യം കേൾക്കാൻ. ഗൈസ്, ഈ മടത്തിൽ വരവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. ഇനി വൈകിട്ടാണ് കുടമാറ്റം. ഞങ്ങൾ കുടമാറ്റം കാണാൻ നിൽക്കുന്നില്ല, നല്ല തിരക്കാവും. എനിക്ക് തിരക്കിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ കുടമാറ്റം കാണാൻ നിൽക്കുന്നില്ല. ഗൈസ്, 3 ആനയോട് കൂടിയിട്ടാണ് മടത്തിൽ വരവ് വരുന്നത്. ആ 3 ആന നെറ്റിപ്പട്ടം വെച്ച് വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.